ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF UDF സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെടുന്നത് ചർച്ചയാവുന്നു. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളുമാണ് കഴിഞ്ഞ ദിവസം വ്യാപകമായി നശിപ്പിക്കപ്പെട്ടത്. എന്നാൽ അതിനു പിന്നാലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിക്കപ്പെട്ട ആരോപണമുയർന്നിരുന്നു. UDFന്റെ ഭാഗത്തു നിന്നും പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്ന് രമ്യ ഹരിദാസ് പ്രതികരിച്ചു. എന്നാൽ ആലത്തൂരിൽ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ച രമ്യ ഹരിദാസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ കീറിയും മുഖത്ത് LDFന്റെ ചിത്രമൊട്ടിച്ചുമാണ് നശിപ്പിക്കപ്പെട്ടിരുന്നത്. കഴിഞ്ഞ തവണ രമ്യയുടെ ഫ്ലെക്സുകൾ തീവെച്ച് നശിപ്പിച്ചിരുന്നു. കിഴക്കഞ്ചേരി കുണ്ടുകാട്ടിലാണ് രമ്യ ഹരിദാസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ UDF പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതേസമയം തന്നെ രമ്യ ഹരിദാസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചത് ചർച്ചയായതിനു ശേഷമാണ് കെ രാധാകൃഷ്ണന്റെ ഫ്ലെക്സ് ബോർഡുകളും ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ LDF ആണ് ഇതിന് പുറകിലെന്ന ആരോപണം UDFന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. എന്നാൽ LDFന്റെ വാദം തങ്ങളുടെ പോസ്റ്ററുകളും ഇത്തരത്തിൽ നശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു. കെ രാധാകൃഷ്ണന്റെ പോസ്റ്ററുകളും ആര്യങ്കാവിൽ അതേ നിലയിൽ തന്നെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് LDF ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. സംഭവത്തിൽ ഇരു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇതുവരെയും രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ UDF നിയമപരമായി മുന്നോട്ട് പോകാനാണ് നീക്കം എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ LDFന്റെ ഭാഗത്തു നിന്നും സംഭവത്തിൽ ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. BJPക്കെതിരെ നിലവിൽ ആരോപണം ഉയരുന്നുണ്ടെങ്കിൽ പോലും UDFും LDFും പരസ്പരം കരിവാരി തേക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചതാണ് എന്നുള്ള വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുന്ന ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. കെ രാധാകൃഷ്ണനും രമ്യ ഹരിദാസും വലിയ പോരാട്ടത്തിന് ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്ര വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെടുന്നത്. എന്തു തന്നെയാണെങ്കിലും UDF ഇപ്പോഴും LDFന്റെ മേൽ തന്നെ ആക്ഷേപം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അതേസമയം തന്നെ തങ്ങളുടെ മേത്ത് കരിവാരി തേക്കാനുള്ള UDFന്റെ ശക്തമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് LDFന്റെ ആരോപണം. വ്യാപകമായിട്ട് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നത് നമ്മൾ പരാതിപ്പെട്ടിരുന്നു, പോലീസിന്റെ ശ്രദ്ധയിൽ പരാതിപ്പെട്ടിരുന്നു. കാരണം മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ സാധാരണക്കാരായിരിക്കുന്ന പ്രവർത്തകരാണ് അവരുടെ കയ്യിൽ അവരുടെ കൂലിപ്പണി എടുത്തിട്ട് കയ്യിൽ നിന്ന് കിട്ടുന്ന തുകയിൽ നിന്ന് വെക്കുന്ന ഫ്ലക്സുകൾ വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വിഷമവും വലിയ പ്രതിഷേധവും പ്രവർത്തകരും ഈ മുന്നണിയുടെ നേതാക്കന്മാരും ഒക്കെ രേഖപ്പെടുത്തുകയാണ്. വരും നാളുകളിലും സമാനമായിരിക്കുന്ന രീതിയിലേക്ക് സാമൂഹിക വിരുദ്ധരുടെ തേരോട്ടം ഇവിടെ ഉണ്ടാകുമ്പോൾ സർക്കാരിനോട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ മിച്ചം വെക്കുന്ന തുകയിൽ നിന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനം ഈ പ്രദേശങ്ങളിലുണ്ട്. ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇത്രമാത്രമാണ്. തുടർന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.